നമ്മുടെ നാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വളരെ സന്തോഷത്തിലാണ്. കാരണം ചൈനയുമായി ഇന്ത്യയുമായിട്ട് ഇതായി, എന്താ മച്ചായി, ഇനിയിപ്പം എല്ലാം ചൈന നോക്കിക്കോളൂ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് ഇവിടുത്തെ നാട്ടിലെ സഖാക്കന്മാർ പറയുന്നത്. ചൈനയുടെ അണ്ടറിലായി, ഇനിയിപ്പം നമ്മളൊന്നും പേടിക്കണ്ട എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒന്നും ഒരു എന്താണ് ചൈനയായിട്ടൊന്നും അങ്ങനെ ഒരു 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 ഇപ്പോൾ ഒരു ഈ പറയുന്ന SCO മീറ്റിംഗ് ഒക്കെ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇതിപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധ കിട്ടാൻ കാരണം ഈ ട്രംപിന്റെ ഒരു താരിഫും അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഈ SCO മീറ്റിംഗിൽ ഇത്രയും ശ്രദ്ധ കിട്ടാൻ കാരണം. പിന്നെ 3 പ്രധാന രാഷ്ട്ര തലവന്മാർ, അതായത് നരേന്ദ്രമോദി, വ്ലാഡിമിർ പുടിൻ, പിന്നെ ഈ പറയുന്ന ഷീ ജിൻപിങ്, ഇവർ അതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ചയാവുന്നത്. എന്തായാലും അമേരിക്കയെ നമുക്ക് ഒരിക്കലും പിണക്കാൻ പറ്റാത്ത ഒരു ശത്രുവാണ്. ക്ഷമിക്കണം, പിണക്കാൻ പറ്റാത്ത ഒരു സുഹൃത്താണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയെ നമുക്ക് പാടെ ഒഴിവാക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് നമ്മളെയും പാടെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് എന്തോ ട്രംപ് വളരെ മയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഉള്ള നിലപാട്. ട്രംപ് പറഞ്ഞ് മോദി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷേ മോദി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോകുന്ന വഴി അത്ര ശരിയല്ല, അത്രയേ ഉള്ളൂ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യൂറോപ്പിനെയാണ് നമ്മൾ ശരിക്കും, ഇന്ത്യയൊന്നും അല്ല പ്രശ്നം, യൂറോപ്പിനെയാണ് നമ്മൾ ശരിക്കും ഇനി അവന്മാരുടെ തലയ്ക്ക് വേണം അവന്മാരുടെ നെഞ്ചത്തോട്ടാണ് ശരിക്കും കയറേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം അവന്മാരാണ് എണ്ണ വാങ്ങിക്കുന്നത്, റഷ്യൻ എണ്ണ എന്ന് പറയുന്നത്. അപ്പം നരേന്ദ്രമോദി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ട്രംപ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചൈനയായിട്ട് കൈകോർത്തൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോദി പറഞ്ഞ എന്ത് ചെയ്യാൻ പോയി, കൈകോർത്ത് പോയില്ലേ, ഇനിയിപ്പം കുഴപ്പമില്ല, നമുക്ക് അമേരിക്കയായിട്ടും കൈകോർക്കാം എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി അത്തരത്തിൽ അങ്ങോട്ട് ആർക്കൊരു കോട്ടവും തട്ടാത്ത രീതിയിലൊരു മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ അമേരിക്ക ഇന്ത്യയോടുള്ള ഒരു നയം അത് മയപ്പെടുത്തുന്നത്, അത് അവരുടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദം കാരണമായിരിക്കുമോ, അതല്ല ഇത് പുതിയ എന്തെങ്കിലും ഒരു തന്ത്രമായിരിക്കുമോ? രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആഭ്യന്തരമായി അമേരിക്ക കൈക്കൊണ്ട നയം തെറ്റാണ് എന്ന് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വളരെ ശക്തമായ വികാരമുണ്ട്. രണ്ടാമത്തേത്, ആഗോള രംഗത്ത് അമേരിക്കയ്ക്ക് രണ്ട് അബദ്ധങ്ങൾ പറ്റി. അമേരിക്ക എടുത്ത നിലപാട് ലോകം അപ്പാടെ അംഗീകരിച്ചു കൊള്ളും എന്ന് ധരിച്ചത് തെറ്റി. ലോകം അത് അങ്ങനെ അംഗീകരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ബദൽ സംവിധാനങ്ങൾ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയും ചൈനയും റഷ്യയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന വൻശക്തി രാഷ്ട്രങ്ങൾ, അതായത് ഏഷ്യൻ കൺട്രീസ്, അമേരിക്കയുടെ ഈ നീക്കത്തിന് ബദലായി അതിശക്തമായ മറ്റൊരു സംവിധാനം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുക. ഇതില് ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ നില അത്ര ഭദ്രമല്ല. കാരണം സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ചൈന വലിയ ഒരു തകർച്ച നേരിടുന്നു, അമേരിക്കയെ പോലെ തന്നെ. അതോടൊപ്പം തന്നെ ലോക മാർക്കറ്റ് അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ലോക മാർക്കറ്റിന്റെ ഘടന മാറാൻ പോകുന്നു. ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് അമേരിക്ക ഒരു സുരക്ഷിതമായിട്ടുള്ള മാർക്കറ്റ് അല്ല. അമേരിക്ക ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തു തന്നെയാണെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലേക്ക് കടന്നു കയറിയില്ല എങ്കിൽ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സാമ്പത്തിക സംവിധാനം മുന്നോട്ട് പോവില്ല. ഇത് ചൈനയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് പിന്നെ ഏത് രാജ്യത്തെയാണ് ആശ്രയിക്കാൻ കഴിയുക? ഇത് വളരെയേറെ ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഇപ്പൊ ലോകത്തെ ബിസിനസ്, വ്യവസായം ഇതൊക്കെ നടക്കണമെങ്കിൽ, കൃഷിയാണെങ്കിൽ പോലും, ഇത് പർച്ചേസ് ചെയ്യാൻ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കണം. മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ടായിരിക്കണം, വാങ്ങാൻ ആളുണ്ടായിരിക്കണം, ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കണം. നമ്മൾ നോക്കൂ, അമേരിക്കയിലെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് മധ്യവർഗം, 17 കോടി ജനങ്ങൾ. റഷ്യയിലേക്ക് വരുമ്പോൾ ഇത് 7 കോടിയേ ഉള്ളൂ. ജപ്പാനിൽ 11 കോടിയാണ്. ചൈനയിൽ അത് 50 മുതൽ 60 കോടി വരെയാണ്. ഇന്ത്യയിൽ അത് 40 മുതൽ 50 കോടി വരെയാണ്. അപ്പോൾ അമേരിക്കയിലെ പർച്ചേസിംഗ് പവർ, അവിടുത്തെ മിഡിൽ ക്ലാസിന്റെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടോ ചൈനയുമായിട്ടോ താരതമ്യം ചെയ്യാൻ പോലും വയ്യാത്ത വിധം ചെറുതാണ്. പക്ഷെ അവരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ലോക മാർക്കറ്റിന്റെ നല്ലൊരു ഭാഗം ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ കഴിഞ്ഞ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാളിതുവരെ തുടർന്ന് വന്ന ആഗോള ലോകക്രമത്തിലെ വ്യാപാര മേഖലയിൽ അമേരിക്കയുടെ കുത്തക അവസാനിക്കുകയാണ്. കാരണം മധ്യവർഗത്തിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലുള്ള 17 കോടിയേക്കാൾ കൂടുതൽ ഇന്ന് ചൈനയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. റഷ്യയും ജപ്പാനും കൂടി ചേർന്നാൽ അമേരിക്കയ്ക്ക് തുല്യമാണ്.
ഇതൊക്കെ നോക്കുമ്പോൾ ഇതിന് പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, ആസ്ട്രേലിയ പോലെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ അമേരിക്കയുടെ ആധിപത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കണം. അതിന്റെ കാരണം ഡോളറാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള കറൻസി എന്ന നിലയിൽ ഡോളറിനെ എല്ലാവരും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നപ്പോഴുള്ള അപ്രമാദിത്വം മുതലെടുത്തുകൊണ്ട് അമേരിക്ക ലോകത്തിന്റെ മുഴുവൻ മുകളിൽ സാമ്പത്തിക അധീശത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അത് വളരെ വലിയ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള ലോകക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കൂ. അമേരിക്കൻ ഡോളറിനെ അമിതമായിട്ട് ആശ്രയിക്കാതെ ഓരോ രാജ്യങ്ങളും അവരുടെ കറൻസി അന്താരാഷ്ട്ര കറൻസിയാക്കി വളർത്തിയെടുക്കുകയാണ്. ഇന്ത്യയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. 38 രാജ്യങ്ങളിൽ ഇന്ന് ഇന്ത്യൻ കറൻസി അതേപടി സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത്രയും രാജ്യങ്ങളിൽ അമേരിക്കൻ ഡോളർ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ, എണ്ണ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടാക്കുമ്പോൾ ലോക മാർക്കറ്റിന്റെ നേർ പകുതി വിലയ്ക്ക് റഷ്യ ഇന്ത്യക്ക് എണ്ണ തന്നുകൊള്ളാം എന്ന് കരാറുണ്ടാക്കി. അവിടെ ഡോളർ ഒഴിവാക്കി ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്താൻ തീരുമാനിച്ചു. ഇതൊക്കെ അമേരിക്കയ്ക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അതിഭീകരമായ സാമ്പത്തിക തിരിച്ചടിയാണ്. തകർന്നു നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെയും കൊണ്ട് മുടന്തി നീങ്ങുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ബദൽ സംവിധാനങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഭീകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിലവിട്ടതുപോലെ ട്രംപ് പെരുമാറിയതും തീരുവയും തീരുവയ്ക്ക് മേൽ തീരുവയും അതുപോലെ പിഴച്ചുങ്കവും അമിതച്ചുങ്കവും ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അനുസരിപ്പിച്ചു കളയാം ഇന്ത്യയെ, ലോകത്തെ എന്ന് ചിന്തിച്ചത്. പക്ഷെ ഇന്ന് തന്ത്രപരമായ നിശബ്ദത കൊണ്ട്, അതിനേക്കാൾ തന്ത്രപരമായ കൂട്ടുകെട്ടുകൾ കൊണ്ട് അമേരിക്കയുടെ ലോക പോലീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോക നേതൃത്വം എന്ന് പറയുന്ന അധീശത്വത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ. അങ്ങനെ വെല്ലുവിളിക്കാൻ ഇന്ത്യ കാണിച്ച ധൈര്യത്തിന്റെ പിൻബലം ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റും ഇന്ത്യയുടെ സുശക്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുമാണ്. നമുക്കറിയാം 7.8% GDP ഗ്രോത്ത് ഇന്ത്യ പ്രദർശിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ GDP ഗ്രോത്ത് കേവലം 2% മാത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും മൈനസാണ്. ചൈന വളരെ പുറകിലാണ്. റഷ്യയും ജപ്പാനും അടക്കം ഇന്ത്യക്ക് വളരെയേറെ പിന്നിലാണ്. അപ്പോൾ ഇന്ത്യ ലോകത്തെ ഇന്ന് നയിക്കുന്ന സമ്പദ് വളർച്ചയുടെ സാമ്പത്തിക ശക്തിയാണ്. അതായത് 2028 എത്തുമ്പോഴേക്കും നമ്മള് ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയും 2038 എത്തുമ്പോഴേക്കും ലോകത്തെ 2028 എത്തുമ്പോൾ ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയും 2038 എത്തുമ്പോഴേക്കും നമ്മൾ ലോകത്തെ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയുമായി മാറും. ഇത് പറയുന്നത് ഇന്ത്യ അല്ല. ലോകത്തിന്റെ സമ്പദ് രംഗം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏജൻസികൾ ഒന്നടങ്കം പറയുന്നു അത്ര വലിയ കുതിപ്പിലാണ് ഭാരതം. എന്നാൽ ഇവിടെ ചൈനയ്ക്ക് ഭാരതത്തെ പേടിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഐഫോണുകളുടെ നിർമ്മാണം ഇപ്പോൾ തന്നെ 20% ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആ 20% കുറയുന്നത് ചൈനയിലാണ്. അപ്പൊ ചൈനയുടെ സാധ്യതകൾ മങ്ങുകയും ഇന്ത്യയുടെ സാധ്യതകൾ ഉയരുകയും ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയിലെ തൊഴിലാളികൾ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്, കമ്പ്യൂട്ടർ അറിയുന്നവരാണ്, സാങ്കേതിക രംഗത്ത് വളരെയേറെ ചെറുപ്പമാണ്, യങ് ജനറേഷനാണ്. അപ്പൊ യങ് വർക്കിംഗ് ക്ലാസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സാങ്കേതികമായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഇന്ത്യക്കാരായ ചെറുപ്പക്കാർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. അത് കാർ നിർമ്മാണത്തിലാണെങ്കിലും ചിപ്പ് നിർമ്മാണത്തിലാണെങ്കിലും ഇലക്ട്രോണിക്സ് മേഖലയിലും ഇലക്ട്രിക് മേഖലയിലും ഏത് മേഖലയിലാണെങ്കിലും ഒരുപോലെ സത്യമാണ്. മറുവശത്തേക്ക് നോക്കൂ, ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അങ്ങനെ കാർഷിക മേഖലയിലും ഭക്ഷ്യ മേഖലയിലും സുശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ കഴിയുന്നത്ര വലിയ ഒരു പുരോഗതി കാർഷിക രംഗത്തും ഇന്ത്യ ഉണ്ടാക്കി. ഇനി ആയുധ രംഗത്തേക്ക് നോക്കൂ. ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ രംഗത്ത് ലോകത്തിന്റെ എല്ലാ ആയുധങ്ങളും ഏതാണ്ട് പരീക്ഷിച്ചു കഴിഞ്ഞു. ഫ്രാൻസിന്റെ, ബ്രിട്ടന്റെ, അമേരിക്കയുടെ, ചൈനയുടെ അടക്കം ആയുധങ്ങൾ, റഷ്യ അടക്കം ആയുധങ്ങളെല്ലാം പരീക്ഷിച്ചപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇന്ത്യയുടെ ആയുധങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആഗോള ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി സാങ്കേതിക വിദ്യയുടെ കാര്യം നോക്കൂ. ഇന്ത്യയിലെ ഉപഗ്രഹങ്ങളിലൂടെ
ഇന്ത്യ ലോകത്തിന് മുഴുവൻ ഇപ്പൊ നേതൃത്വം കൊടുക്കുകയാണ്. നമ്മളുടെ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തെത്തിച്ച 401 ഉപഗ്രഹങ്ങളിൽ 232 ഉപഗ്രഹങ്ങളും അമേരിക്കയുടേതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും ഉപഗ്രഹ വിക്ഷേപണത്തിന് ആശ്രയിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. 104 ഉപഗ്രഹങ്ങൾ റോക്കറ്റിൽ കയറ്റി സുരക്ഷിതമായി വിക്ഷേപിച്ച സമയത്ത് ആ 104-ൽ 96 അമേരിക്കൻ ഉപഗ്രഹങ്ങളായി. അപ്പൊ അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ പങ്കാളിയും കൂട്ടാളിയുമായി നിൽക്കുന്നത് ഭാരതമാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ, സഹകരണങ്ങൾ, കരാറുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് സാധ്യമായ കാര്യമല്ല. മറുവശത്ത് അമേരിക്കയുടെ മാർക്കറ്റ് ഇന്ത്യയുടെ കയറ്റുമതി അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു വ്യാപാര പങ്കാളിയുമാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേരി ചേരാ നയം. എന്തുകൊണ്ടാണ് നമ്മൾ ചേരി ചേരാ നയം എടുക്കുന്നു? നെഹ്റുവിന്റെ കാലത്താണ് ചേരി ചേരാ നയം പറഞ്ഞിരുന്നതെങ്കിലും നെഹ്റു നടപ്പാക്കിയത് റഷ്യൻ ചേരിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതികളും രാഷ്ട്രീയ നിലപാടുകളുമാണ്. അമേരിക്കയുടെ ചേരിയും റഷ്യയുടെ ചേരിയും അന്നുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ചേരി, അമേരിക്കയുടെ ചേരി, അങ്ങനെ അറിയപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ചേരി ചേരാ നയം ആണ് സ്വീകരിച്ചത്. പക്ഷെ ഇന്നത്തെ ലോകക്രമത്തിൽ സോവിയറ്റ് യൂണിയൻ ഇല്ല, ലോക പോലീസായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്, വേണമെങ്കിൽ മറുവശത്ത് ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നത് ചൈനയാണ് എന്നൊക്കെ പറയുമ്പോഴും ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നയം എന്താണ്? സർവ ചേരി നിരാസമാണ്. ഒരു ചേരിയോടും ഒരു രാജ്യത്തോടും അമിതമായിട്ടുള്ള വിധേയത്വം പുലർത്തേണ്ട യാതൊരു ആവശ്യവും ഇന്ന് ഭാരതത്തിനില്ല. അതുകൊണ്ട് ഒരു ചേരിയോടും കൂടാതെ, ഒരു രാഷ്ട്രത്തോടും കൂടാതെ സ്വന്തം അടിത്തറയിൽ തലയുയർത്തി നിൽക്കുകയും സ്വന്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ലോകം മുഴുവൻ നല്ലൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുകയും ഒരു ലോക നേതൃത്വത്തിലേക്ക് ഉയരുകയും ചെയ്ത രാജ്യമാണ് കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ ഭാരതം. നരേന്ദ്രമോദി അക്കാര്യത്തിൽ അങ്ങേയറ്റം വിജയിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാരതത്തെ അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഭാരതത്തെ അനുനയിപ്പിക്കുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ചൈനയുടെ അവസ്ഥ എന്താണ്? ചൈന ധരിച്ചത് അമേരിക്ക സാമ്പത്തികമായി തകരുമ്പോൾ ഇതാ ഞങ്ങൾ രക്ഷപ്പെടും, പിന്നെ ഞങ്ങളുടെ കയ്യിലായിരിക്കും ലോകത്തിന്റെ നേതൃത്വം എന്നാണ്. അവിടെയാണ് ഭാരതം ജപ്പാനും ഓസ്ട്രേലിയയും ബ്രസീലും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരുടെ ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ടെന്നും ഭാരതം നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകക്രമത്തിന് ശാക്തിക ചേരികളുടെ പിൻബലത്തിന്റെ ആവശ്യമില്ല എന്നും വേണമെങ്കിൽ പുതിയ ഒരു ശാക്തിക ചേരിയെ മുന്നോട്ട് വെക്കാനുള്ള കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട് എന്നും സൂചിപ്പിച്ചത്. ഈ സൂചന ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും പഠിപ്പിച്ചതും ചൈനയെ ആണ്. അതുകൊണ്ട് ചൈനയെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അതിർത്തി തർക്കങ്ങളില്ലല്ലോ. ഇന്ത്യയുടെ അതിർത്തിയുമായി ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഇപ്പോൾ മിണ്ടുന്നില്ലല്ലോ. മാത്രമല്ല വ്യവസായ വാണിജ്യ മേഖലകളിൽ കയറ്റിറക്കുമതി രംഗങ്ങളിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നതാണ് ബുദ്ധിയെന്ന് ചൈന തിരിച്ചറിയുകയും ചെയ്തു. കാരണം ചൈനയേക്കാൾ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ചൈനയ്ക്കൊപ്പം മിഡിൽ ക്ലാസ്, മധ്യവർഗം, പർച്ചേസിംഗ് പവർ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൈനയേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മൾ. സാമ്പത്തിക രംഗത്ത് മാത്രമാണ് ചൈന ഇന്ത്യയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ വളരെ വേഗം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2047 എത്തുമ്പോഴേക്കും ചൈനയ്ക്കൊപ്പമോ ചൈനയെ പിന്തള്ളാനോ സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചൈന മനസ്സിലാക്കിയതോടുകൂടിയാണ് ഒരു അനുനയത്തിന്റെ ഭാഷ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയെ അമേരിക്കയ്ക്കും വേണം, ചൈനയ്ക്കും വേണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമോ അമേരിക്കയോടൊപ്പമോ ചൈനയോടൊപ്പമോ അല്ല, ഇന്ത്യ ഇന്ത്യയോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ലോകത്തെ ഏത് രാജ്യവുമായി സഹകരിക്കുന്നതിൽ യാതൊരു ചേരിയുടെയും കെട്ടുപാടുകളില്ലാതെ സ്വതന്ത്രമായ നിലപാട് ഭാരതത്തിൽ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ആർജവമാണ് ഇന്ന് ഭാരതം പ്രകടിപ്പിക്കുന്നത്. അതിനോടുള്ള അനുനയപൂർവവും അനുഭാവപൂർവവുമായ നിലപാടിലാണ് ചൈന ഇന്ന് എത്തി നിൽക്കുന്നത്. അതല്ലാതെ ചൈനയ്ക്ക് മറ്റ് മാർഗമില്ല എന്നുള്ളതാണ് സത്യം.